ഹായ് ഫ്രണ്ട്സ്, വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടി സ്കേർട്ടായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ക്രേപ്പ് ഫാബ്രിക് വെച്ച് തയ്ച്ചിരിക്കുന്ന ഒരു സ്കേർട്ടാണ്. അപ്പോൾ എൻ്റെ ഏജ് വരുന്നത് 6 to 8 ഇയേഴ്സ് വരെ ഒരു അളവിൽ തയ്ക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 മീറ്റർ തുണിയാണ്. എൻ്റെ വീതി വരുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അളവ് സ്കേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വണ്ണം, ഇലാസ്റ്റിക്കിൻ്റെ ഇവിടുത്തെ വണ്ണമാണ് ഞാൻ നോക്കുന്നത്. 11.5 ഇഞ്ചാണ് ഒരു സൈഡിലെ വണ്ണം വരുന്നത്. അപ്പോൾ ടോട്ടൽ 11.5 × 2 ചെയ്യുമ്പോൾ നമുക്ക് 23 ഇഞ്ച് കിട്ടും. ഓക്കെ, ഇതാണ് ഒരു സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് ആയിട്ട് എടുക്കുന്നത് 23 ഇഞ്ചാണ്. അപ്പോൾ ഈ തുണീനെ നമുക്ക് ഇതുപോലെ രണ്ടാക്കി മടക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഫുള്ളും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ തുണി രണ്ടാക്കി ഇതുപോലെ മടക്കിയിരിക്കുന്നത്. ഇനി ആദ്യം നമ്മൾ മാർക്ക് ചെയ്യണത് വേസ്റ്റ് ബാൻഡാണ്. അപ്പോൾ സെപ്പറേറ്റ് വേസ്റ്റ് ബാൻഡാണ് ഈ ഒരു സ്കേർട്ടിന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ മടക്കിയ ശേഷം എൻ്റെ വീതി ഇവിടെ കിട്ടുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ നമുക്കത് മതിയാവും. ഇനി ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് വേസ്റ്റ് ബാൻഡിൽ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു 4 ഇഞ്ചിലേക്കാണ് ഈ തുണീനെ മടക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് കിട്ടും അല്ലേ. അതിൽ നിന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് മടക്കാൻ എടുക്കുക. അപ്പോൾ അതിൽ 1.5 ഇഞ്ചായിട്ട് നമുക്ക് വേസ്റ്റ് ബാൻഡ് കിട്ടും. അങ്ങനെയാണ് വേസ്റ്റ് ബാൻഡിൻ്റെ അളവ് നോക്കണത്. ഓക്കെ, അപ്പോൾ 1.5 ഇഞ്ച് വേസ്റ്റ് ബാൻഡാണ് മടക്കിയ ശേഷം വേണ്ടെങ്കിൽ നിങ്ങൾ 4 ഇഞ്ച് എടുക്കാം, തയ്യൽ തുമ്പ് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20 ഇഞ്ചാണ് ഇതിൻ്റെ വീതിയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്ര നമുക്ക് വേണ്ട. അപ്പോൾ 11.5 ഇഞ്ചാണ് നമുക്ക് സ്കേർട്ട് തയ്ച്ചിട്ടുള്ള വേസ്റ്റ് റൗണ്ട് വരുന്നത് അല്ലേ. നമ്മൾ സ്കേർട്ടിൽ അളവ് എടുത്തല്ലോ. ഇനി ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച് എക്സ്ട്രാ ഞാൻ വിടുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെയായിട്ട് ഏകദേശം കിട്ടും, 17 ഇഞ്ചിൽ കിട്ടും. അത് എക്സ്ട്രാ ലൂസിന് വേണ്ടി എടുക്കുന്നതാണ്. പ്ലസ് ഒരു 1/2 ഇഞ്ച് നമുക്ക് ആ ഒരു അറ്റം മടക്കി തയ്ക്കാൻ എടുക്കണം. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് വേണമെങ്കിൽ എക്സ്ട്രാ എടുക്കാം. അപ്പോൾ ടോട്ടൽ ഇവിടെ 17.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കി ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് അതിൽ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുത്തു. പ്ലസ് 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് മടക്കി തയ്ക്കാം. അങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് വേണ്ടത്. ഇനി ഇവിടെ മൊത്തം നമുക്ക് 20 ഇഞ്ച് കിട്ടുന്നുണ്ട്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഇവിടെ ഒരു 17 ഇഞ്ച് അല്ലെങ്കിൽ 18 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. ബാക്കി ഒരു 1/2 ഇഞ്ച് മുകളിൽ വേസ്റ്റ് ബാൻഡ് തയ്ക്കാനും ബാക്കി താഴെ മടക്കി തയ്ക്കാനുമാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു തുണി തന്നെ ധാരാളമായിട്ട് കിട്ടും താഴെ മടക്കി തയ്ക്കുക. അപ്പോൾ അത് ഞാൻ ഫുള്ളും എടുക്കുകയാണ്. ഇനി ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മളവിടെ മടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് മടക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് 2 ലെയറായിട്ട് കിട്ടാനാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നല്ല ചുരുക്കമായിട്ട് കിട്ടും. അപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ ടോട്ടൽ ഒരു 18 ഇഞ്ചാണെങ്കിൽ വരെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി ഈ 2 തുണി നല്ല വശം ചേർത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 പീസ് നമ്മൾ കട്ട് ചെയ്തോളൂ, ഇനി അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫുള്ളും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നീളത്തിൽ നല്ല തുണി കിട്ടും. ഇനി ഇവിടുത്തെ വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുന്നായിട്ട് ഞാനിവിടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചുരുക്കം ഇടാൻ വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചുരുക്കം ഇടുന്നതും ആ വേസ്റ്റ് ബാൻഡ് കിട്ടുന്നതും ഒരേ അളവിലായിരിക്കണം. അപ്പോൾ വേസ്റ്റ് ബാൻഡ് നമ്മളൊരു 17.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അളവ് തന്നെ വേണം ഈ ഒരു സ്കേർട്ടിൻ്റെ അളവും കിട്ടേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചുരുക്കം ഇടാം. എന്നിട്ട് ആ സ്കേർട്ടിൻ്റെ നല്ല വശത്ത് വേണം ഈ ബാൻഡിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ച് തയ്ച്ചു കൊടുക്കേണ്ടത്. ഉണ്ടോ, ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ചുരുക്കം വേണ്ടെങ്കിൽ നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ടായി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫുള്ളും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലൈനിങ് വയ്ക്കണമെങ്കിൽ ഈ ഒരു ടൈമിൽ ലൈനിങ് വയ്ക്കാം. അപ്പോൾ ഇവിടെ 22 ഇഞ്ച് ഉണ്ട്, ടോട്ടൽ 44 ഇഞ്ച് വീതിയുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ ചുരുക്കിൻ്റെ ഭാഗത്തായിട്ട് ഈ തുണീനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇവിടെയായിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിന് ശേഷം അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വേണം ഈ ഒരു വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് മടക്കി, അപ്പോഴാണ് നമുക്കവിടെ 1.5 ഇഞ്ചായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച്
ഇതുപോലെ മടക്കി തയ്ക്കാനാണ് എടുത്തത്. കണ്ടോ, ഇതുപോലെ ആ ഒരു തുണീൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പീസ് വയ്ക്കാം. ഇത് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് ഞാൻ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് എത്രയാണ് കിട്ടണേന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് 17.5 ഇഞ്ചാണ് നമ്മളെടുത്തിരുന്നത്. ഇനി അതിന് വേണ്ട ഇലാസ്റ്റിക് എടുക്കുകയാണ്. അപ്പോൾ ഇലാസ്റ്റിക്കിൽ വേണം നമുക്ക് വേസ്റ്റ് ബാൻഡ് കറക്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 23 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഒരു പിൻ കുത്തിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു സ്കേർട്ടിൻ്റെ അളവ് സ്കേർട്ടിൽ കണ്ടത് 11.5 ഇഞ്ച്. അപ്പോൾ അത് ഡബിൾ ആക്കുമ്പോൾ 23 ഇഞ്ച്. അപ്പോൾ ഒരു കറക്റ്റ് അളവ് തന്നെയാണ് ഞാൻ ഇലാസ്റ്റിക്കിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അത് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോൾ 2 ഇലാസ്റ്റിക് നമുക്കിതുപോലെ പുറത്തേക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ്, അതായത് ഞാൻ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ കറക്റ്റ് അളവിൽ നിങ്ങളത് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് അളവിൽ കിട്ടിയ ശേഷം വേണം ആ ഒരു സൈഡ് ഭാഗം ജോയിൻ ചെയ്യേണ്ടത്. പിന്നീട് നമുക്കത് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ആ ഇലാസ്റ്റിക് അടക്കമാണല്ലോ സ്റ്റിച്ച് ചെയ്ത് പോകണത്. ഓക്കെ, പിന്നെ ഇതിനെ ഞാൻ റോങ് സൈഡിലേക്ക് ഇതുപോലെ മറിച്ചിടാണ്. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ഭാഗവും ഈ സ്കേർട്ടിൻ്റെ ഭാഗവും സെപ്പറേറ്റ് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇന്ന് ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ നല്ല തുണി ഉള്ളിലേക്ക് ആക്കിയിട്ട് ലൈനിങ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഉള്ളിൽ വരാത്ത രീതിയിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ നല്ല തുണിയിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെയാണ് ആ ഒരു സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് എത്രയാണ് വേസ്റ്റ് ബാൻഡ് വന്നിരുന്നത് അത് നമ്മൾ തയ്ച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ ലൈനിങ്ങിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മടക്കി തയ്ക്കാം. അതിനുശേഷം നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് സ്കേർട്ടിന് അത് അടയാളപ്പെടുത്താം. എന്നിട്ട് ബാക്കി ഭാഗം അതുപോലെ ഞാൻ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാച്ച് ചെയ്തിട്ട് ഒരു ടോപ്പും കൂടി ഞാൻ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആ ഒരു ടോപ്പ് തയ്ക്കുന്നത് നല്ല ഫ്രില്ല് വെച്ചിട്ടുള്ളൊരു ടോപ്പാണ്. അതിന് മാച്ച് ചെയ്തിട്ട് ഞാൻ തയ്ച്ചിരിക്കുകയാണ്. അക്കോബ ഫാബ്രിക്കാണ് ആ ടോപ്പിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്കേർട്ടും ടോപ്പുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.